ഹലോ ഗൈസ്. അപ്പോൾ ഇന്ന് ഡേറ്റ് 1 ജൂലൈ ആണ്. ടൈം 9:09 ആയിട്ടുണ്ട്. അപ്പം ഇവിടെ അടുത്തുള്ള നബീൽക്ക എന്ന് പറയും, മൂപ്പര് വിളിച്ചു പറഞ്ഞ് തോംസൺ പാർക്കിൽ ഫയർ വർക്ക് ഉണ്ടെന്ന്. അപ്പോൾ നമ്മൾ ഒന്ന് പോയി ഇവിടെ അടുത്ത് തന്നെ ആയതുകൊണ്ട് നടന്ന് പോയി നോക്കാൻ പോവാണ്. അതാണ് അഫ്ര. ഹലോ ഗൈസ് വിളിക്കുന്നതാണ് എപ്പോഴും സുഖം, അതുകൊണ്ടാണ് ഗൈസ് വിളിക്കുന്നത്. ഇന്ന് ഡേറ്റ് 1 ജൂലൈ ആണ്. 1 ജൂലൈ 24 ഡിഗ്രി സെൽഷ്യസ് ആണ് ക്ലൈമറ്റ്. ഇപ്പം നമ്മുടെ അടുത്തുള്ള നബീൽക്ക എന്ന് പറയും, അവർ വിളിച്ച് പറഞ്ഞു തോംസൺ പാർക്കിൽ ഫയർ വർക്ക് ഉണ്ടെന്ന്. അപ്പോൾ ഏതായാലും ഇവിടെ അടുത്താണ്, നടക്കുകയാണെങ്കിൽ ഒരു 15 മിനിറ്റ് പോകാനുള്ള ദൂരമുള്ളൂ, കാറൊക്കെ ആണെങ്കിൽ ഒരു 5 മിനിറ്റ്, വളരെ അടുത്താണ്. അപ്പോൾ ഏതായാലും ഒന്ന് പോയി നോക്കട്ടെ. ഇന്ന് പ്രൈഡ് ഡേ എന്നൊക്കെ അറിയപ്പെടുന്നതുകൊണ്ട്, പ്രൈഡ് ഡേ എന്ന് പറഞ്ഞാൽ LGBTQ++ എന്നുള്ള സംഘടന ഉണ്ടല്ലോ, അവരെ പിന്നെ അവരെ പ്രോഗ്രാംസൊക്കെ പരേഡൊക്കെ ഉണ്ടെന്നാണ് കേട്ടത്. ഏതായാലും നമുക്ക് കൂടുതൽ ഫയർ വർക്ക് നല്ലതാണോ ചീത്തതാണോ എന്ന് പോയി കാണാൻ വലിയ താല്പര്യമൊന്നുമില്ല, എന്നാലും അടുത്ത് നടക്കുന്ന ഒരു പരിപാടിയല്ല. അപ്പം ജസ്റ്റ് ഒന്ന് പോകാമെന്നുള്ളൂ. കുറേ നേരം പൊട്ടിക്കഴിഞ്ഞാൽ പ്രകൃതി മലിനമാവുന്നല്ലാതെ വേറെ പ്രത്യേകിച്ച് ഗുണങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ. ഏതായാലും പോയി നോക്കട്ടെ. അവിടെ ഒരാൾ നിൽക്കുന്നുണ്ട്, ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നുണ്ട്. ക്യാമറ ഇങ്ങനെ തിരിക്കണോ വേണ്ട. അപ്പോഴും നമ്മളിങ്ങനെ നടക്കുകയാണ്. നമുക്ക് ഇതിലൂടെ പോവല്ലേ, അല്ലെങ്കിൽ അതിലൂടെ പോകണോ? ഇതിലൂടെ പോവാ. ചെറിയ തണുപ്പല്ലേ, രസമുള്ള തണുപ്പാ. അപ്പം ഇങ്ങനെ നടക്കുകയാണ് നമ്മൾ. പിന്നെ വ്ളോഗ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല ഗൈസ്. ഇരുടായി തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അവിടെ വണ്ടിയൊക്കെ ഉണ്ട്. ആരാണ്ട് വണ്ടിയാണുള്ളത്. ഇതാണ് നമ്മളെപ്പോഴും അടയാളം എന്ന് പറയുന്നത് കേട്ടോ. ആരുടെ 2 പട്ടിക്കുട്ടികളോടെ കാലുണ്ട് എന്ന് അറിയാം. അപ്പോൾ ആൾക്കാർ വിചാരിക്കും റിയൽ പട്ടികളാന്ന് വിചാരിക്കും. സ്റ്റാച്ചു ആണ്. ഇടയ്ക്കൊക്കെ ഇങ്ങനെ ടെസ്റ്റ് ഡോസ് ഇങ്ങനെ പൊട്ടുന്നുണ്ട്. പൊട്ടി കഴിയാണ്. ഇതിലിപ്പോൾ പൊട്ടിച്ചിട്ടുണ്ട് കാര്യം, വലിയ കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ നടക്കുകയാണ്, വലിയ കാല് വെച്ചിട്ട് നടക്കുകയാണ്. ഒച്ചപ്പാടും ബഹളമൊക്കെ കേൾക്കുന്നുണ്ട്, പക്ഷേ ഈ സമയത്ത് പൊട്ടിച്ചിട്ട് വലിയ കാര്യമില്ലല്ലോ. ഒരു 9:30 നൈറ്റിലൊക്കെ ആയിരിക്കും മിക്കവാറും പൊട്ടിക്കുന്നത്. പിന്നെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചപ്പോൾ പിന്നെ വീടൊക്കെ സാധാരണ നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, വീടൊക്കെ ഒരു പ്രത്യേക രീതിയിലല്ലേ. പക്ഷെ ഇപ്പോൾ മുനിസിപ്പാലിറ്റി വേറെ ടൈപ്പ് വീട് ഉണ്ടാക്കാൻ അലോ ചെയ്തിട്ടുണ്ടല്ലോ. മാക്സിമം എൻ്റെ വ്യൂവേഴ്സിനെ അങ്ങനെ ഡിസ്റ്റർബ് ചെയ്യല്ലേ. 184 ആൾക്കാരുണ്ട്. വിശാലൊക്കെ ലൈറ്റ് വേറെ വിറ്റേക്കണോ? വിശാൽ അവിടെ TV ഞാൻ കാണിച്ചുതരാം. അങ്ങനെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഒരു മിനിറ്റ്. വലിയ TV ഉണ്ടല്ലോ. കണ്ടില്ല, വീടിൻ്റെ എല്ലാ വീടുകളും ഒരേ ഷേപ്പാണ്. പക്ഷെ ഞാൻ നേരത്തെ കാണിച്ച വീട് എന്താടി, എനിക്ക് കുറച്ച് നിയന്ത്രണങ്ങളുള്ളത് അതിൽ. ഒരു മിനിറ്റ് എന്തൊക്കെയാ TV കാണുന്നു. മനസ്സിലായില്ലേ? ആ സഫല്ലല്ലോ. നാളെ ഇതൊക്കെ വിശാല് ഇങ്ങനെ വീഡിയോ ഇതിൻ്റെ അല്ലേ. ഇങ്ങനെ തുറന്നിട്ടേ പണ്ടാർത്തിനെ. അത് അങ്ങോട്ട് പോയി. അതെങ്ങനെ തുറന്നിട്ടാണ്? അവിടെ പറ്റൂല, എന്ത് തുറന്നിട്ടാണ്?
ഇവിടെ ശരിക്കും നായ്ക്കളൊക്കെ അഴിച്ചിട്ടാൽ മുനിസിപ്പാലിറ്റിനെ വിളിക്കാന്ന്. അവരെപ്പോഴും ആ കയറ് പിടിക്കണം എന്നാണ്. ഇത് കയറും ഇല്ല, ആളുമില്ല, മനുഷ്യനും ഇല്ല. നായ ഇങ്ങനെ സ്ട്രീറ്റിലൂടെ ഓടുക. കണ്ടിട്ട് നമ്മളെ വേട്ടനായി പോലുള്ള ടൈപ്പ് നായിനെ പോലെ. മുടി ഷേവ് ചെയ്തിട്ടുണ്ട്. ഒരു സുഖമാണ് മുടി ഷേവ് ചെയ്യുന്നത്. കാണാൻ ഭംഗിയില്ലെങ്കിലും ഒരു രസമാണ്. അതുകൊണ്ട് ക്യാപ്പ് വെച്ചിട്ടുണ്ട്. നാളെ ഓഫീസിൽ പോകുമ്പോൾ ഇങ്ങനത്തെ ക്യാപ്പ് വെക്കാൻ പറ്റില്ല, ഇത് കട്ടിയുള്ള ക്യാപ്പല്ല, ചെറിയ ക്യാപ്പ് നോക്കണം. കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളെ ക്യാപ്പ് വെച്ചിട്ട് നോക്കണം. അയാൾ ആ കാണുന്നതാണ് തോംസൺ പാർക്ക്. ഇത് കഴിഞ്ഞിട്ട് അങ്ങനെ മിന്നണ് കാണണ്ടോ, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അപ്പുറത്തുള്ള തോംസൺ പാർക്ക്. കുറേ ഏക്കറുണ്ട് കേട്ടോ, ഏക്കർ കണക്കിനുണ്ട്. അപ്പോൾ നമ്മൾ ജംഗ്ഷനിൽ ഓൾമോസ്റ്റ് എത്തി. വണ്ടികളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. അത് കഞ്ചാവ് ഷോപ്പാണ് ആ പച്ചുള്ളത്. എല്ലാ ഗല്ലിയിലെന്ന് പറയാം, അതായത് എല്ലാ സൂക്കോ എല്ലാം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇത് അവൈലബിളാണ്. ലീഗലായതുകൊണ്ട് യുദ്ധമായി തുടങ്ങിയില്ലേ. തോംസൺ പാർക്കിലേക്ക് കയറിയിട്ടുണ്ട്. അതെ 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 കറക്റ്റ്. പാർക്കിംഗ് ഒക്കെ ഫുള്ളാണ്. ഇനി എന്താ പറയാ, നൈറ്റ് ആയി കഴിഞ്ഞാൽ ഇങ്ങനെ വീഡിയോ എടുക്കാൻ കഴിയില്ലല്ലോ. പാർക്കിംഗ് ഒക്കെ ഫുള്ളാണ്, വണ്ടികളൊക്കെ. നമ്മൾ 9:09 അവിടെ ഇറങ്ങിയതിപ്പോൾ എത്രയും 9:28. മെല്ലെ നടന്നുകൊണ്ടാണ്. കുറച്ച് സ്പീഡ് വന്നാൽ അതിനെക്കാട്ടി ഒരു 15 മിനിറ്റിനൊക്കെ ഉള്ളിലൊക്കെ എത്തും. അതൊക്കെ പറയുമ്പോൾ അടുത്താണ് കേട്ടോ. ഈ പാർക്കിൽ പല സംഗതിയുണ്ട്. അന്നിങ്ങനെ ടെന്നീസ് കോർട്ടാണ്. എവിടെയോ പൊട്ടുണ്ട്, പൊട്ടി തുടങ്ങിയോ. പിന്നെ ഇങ്ങനെ ഒരു പൂൾ, ഇങ്ങനെ ഒരു ഇത് നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെ വെള്ളം ചാടുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ഒരു സ്വിച്ച് കൊണ്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റും. അതിൽ പറയുന്ന പേര് വാട്ടർ പ്ലേ. ഇതടുത്ത പാർക്കിംഗ് സ്പോട്ടാണ്. അവിടെ ഐസ്ക്രീമൊക്കെ നമുക്ക് കാണാം. ടോയ്ലറ്റ്, ചെറിയ ചെറിയ ഹോട്ടലാണല്ലോ. കഴിഞ്ഞോ? ഇതിൽ ആൾക്കാർ പൊട്ടിക്കണാണ്, ആൾക്കാർ സ്വയം പൊട്ടിക്കണമെന്നുണ്ട് കുറേ. അതാ ഈ ഗ്രൗണ്ടിൽ പൊട്ടിക്കുള്ളൂ. ഇവിടെ ആയിരിക്കുന്ന ഇതാ സ്പോട്ട്. ഇത് സാമ്പിളായിരിക്കുന്നുണ്ട്. അവിടുന്ന് എങ്ങനെയൊക്കെയോ പോകുന്നുണ്ട്. ഫുള്ള് ചീറ്റി പോകാൻ തോന്നുന്നുണ്ട്. ഇതൊക്കെ സാമ്പിളാണ് തോന്നുന്നുണ്ട് ആൾക്കാർ ഇതാക്കുന്നത്. അറിയില്ല, എന്തായാലും കുറച്ചേരം ഇങ്ങനെ ഇരിക്കാം. ഇന്നിവിടെ MP ഒക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ. ആൾക്കാരെ ഇത് അന്വേഷിക്കാൻ. പിന്നെ MP മന്ദിരത്തിലല്ലല്ലോ നിൽക്കണ്ടേ. ഇവിടുന്ന് 3 സ്ഥലത്ത് നോക്കുന്നുണ്ടെന്ന്. അവിടുന്ന് ഒന്ന്. എനിക്ക് തോന്നുന്നു തൃശ്ശൂർ പൂരത്തിനെ പോലാണെന്ന് തോന്നുന്നത്. പാറമേക്കാവ് മറ്റേതാ 2 ടീമില്ലേ, അവിടുന്ന് നോട്ടുണ്ട്, അവിടുന്ന് നോട്ടുണ്ട്. എങ്ങോട്ട് എറിയണേ, മൊത്തം കോളായതുകൊണ്ട്. ഇതെങ്ങോട്ടൊക്കെ പോണേ, അതുകൊണ്ട് കളിക്കുകയാണ് കുട്ടികൾ.
സംഗതി ഒന്നുണ്ട്. മണക്കുന്നില്ലേ നമ്മുടെ നാട്ടിലെ. കഴിഞ്ഞോ? കഴിഞ്ഞോ? നോക്കടി.
ഒരു പാട്ട് കേൾക്കുന്ന സ്ഥലമല്ലേ? ഓക്കെ, നിങ്ങൾ വരുന്ന സമയത്ത് റൈറ്റ് സൈഡിൽ ഇങ്ങനെ പൊട്ടുന്നതായിട്ട് കണ്ടിടണം. അതിൻ്റെ അടുത്ത് 3 സ്ഥലത്തുനിന്ന് പൊട്ടുന്നില്ലേ? റൈറ്റ് സൈഡിൻ്റെ അവിടെ, റൈറ്റ് സൈഡിൻ്റെ അവിടെ, റൈറ്റ് സൈഡിൻ്റെ ഇപ്പം പൊട്ടുന്ന. അതല്ല, ലെഫ്റ്റ് സൈഡിലാ. നിങ്ങളിങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ കയറി വരുമ്പോൾ ഞാൻ ഇപ്പൊ പൊങ്ങണ ഒരു സ്ഥലമല്ല, അതാണോ? അതിന്റെ ഭാഗത്താണോ ഇപ്പൊ ഇങ്ങനെ പൊങ്ങുന്നേ? അതെ, ആ ഭാഗത്താണോ? അതിന്റെ എതിർഭാഗത്ത് നമ്മളുണ്ടല്ലോ. എതിർഭാഗത്ത് ഈ പോസ്റ്റിന്റെ തൊട്ട് താഴെ തന്നെ ആയിട്ടുണ്ട്. ഇവിടെ ഇപ്പൊ പൊട്ടുന്ന സ്ഥലമല്ല, അതിന്റെ ആ പോസ്റ്റിന്റെ അരികെ തന്നെ ഉണ്ട്. ഗൂഗിൾ മീറ്റിലുണ്ട് ഒരു എന്താ കൈതച്ചക്ക. ഫോട്ടോ വേറെ ഇല്ല. ചാമ്പക്ക. ഞാൻ അടുത്ത പ്രാവശ്യം സെറ്റപ്പായി വരാം. അത് ശരിക്കും വ്യത്യാസം ഉണ്ടാക്കുമായിരുന്നു. കാരണം വെച്ചാല് ഓർക്ക് നല്ല കീപ്പർ ഉണ്ടായിരുന്നു. ഒരു കളിയിൽ നമ്മൾ തിരിച്ചടിച്ച്, പിന്നെ ഒന്ന് രണ്ടെണ്ണം ആരെങ്കിലും അത് മേത്തേക്കൊക്കെ തീർക്കുന്നുണ്ട്. അത് സ്ട്രെച്ചില്ലല്ലോ.
അതിനൊരു 70 ലക്ഷം അന്ന് പൊട്ടിക്കുന്നു. അത് കഴിഞ്ഞിട്ട് പൂരത്തിൻ്റെ അന്ന് ഒന്നിൻ്റെ മേപ്പോട്ട് അന്നെന്ന് വെച്ചാൽ 1 കോടിക്കൊക്കെ മറ്റേ നമുക്ക് ഇത് കിട്ടും. എന്താ പറയുക, സബ്സിഡിയോ ടൗണിൽ പിരിവോ? ഓ അങ്ങനെ. 24 കൊല്ലം മുമ്പ് 1 കോടി എന്ന് വെച്ചാൽ വലിയ സംഖ്യ. അല്ല ഇത് പിന്നെ കുടുംബങ്ങളെ പൊട്ടിക്കണ അല്ലെങ്കിൽ പിരിവെടുത്തോ? അല്ല ഇതല്ല അത് കമ്മിറ്റി രണ്ട് ക്ഷേത്രങ്ങൾ തമ്മിലുള്ള മത്സരം. അപ്പൊ പിരിവെട്ടിട്ടാവില്ലേ? പാറമേക്കാവും. അല്ല എന്നിട്ട് അതുകൊണ്ട് എന്താ ഫൈനൽ എന്താ അവർക്ക് തന്നെ ആഗ്രഹിച്ച പണ്ടത്തെ കാലത്തെ ആ ഒരു വൈരാഗ്യവും മറ്റേതൊക്കെ ഉണ്ടായിരുന്നു. അത് നിലനിർത്തിപ്പം മറ്റേ ടൂറിസത്തിന് വേണ്ടിയിട്ടാണ് സർക്കാരിൻ്റെ ഇപ്പം ഇതൊക്കെ അങ്ങനെയല്ലേ ശബരിമല കുളത്ത് എത്തിക്കുന്ന പരിപാടിയില്ല. ആൾക്കാർ ഓടുകയാണ്, ഒരു സേഫ്റ്റി ഇല്ലാതാണ് പൊട്ടിക്കുന്നത്. ഇപ്പം 10:41 നമ്മൾ തിരിച്ചു പോവുക. അങ്ങനെ ഓരോ ഇൻഡിവിജ്വൽസാണ് പൊട്ടിക്കണേന്നുണ്ട്. അപ്പോൾ ഏതായാലും ഇത് നമ്മളെ കഞ്ചാവ് മരം. കഞ്ചാവല്ല കേട്ടോ, എന്താ അതിൻ്റെ പേര്? ആപ്പിൾ. ഞാനില്ലേ ഇല്ലല്ല, ഇതെനിക്കറിയാം. ഓ എനിക്ക് വഴി അറിയില്ല. ഐസ്ക്രീമിൻ്റെ ഇത് കണ്ടിട്ടു. ഇന്നോ ആണോ? അല്ല ചില്ലറ ഉണ്ടോ എന്നുള്ളത് നോക്കണം കേട്ടോ. നോക്കട്ടെ ഇല്ലായിരുന്നു. അപ്പോൾ കഷ്ടപ്പെട്ട് $5 ചില്ലറ എടുത്ത്. Mixed one, na? Mixed, yeah. That you can give one more spoon. Thank you. നമ്മൾ ഫസ്റ്റ് ആ സൈഡിലുള്ള ഐസ്ക്രീമിൻ്റെ കോർണറിലായിരുന്നു പോയത്. അപ്പോൾ ഞാൻ മിക്സ്ഡ് എന്ന് പറഞ്ഞ് അടുത്ത പറയാൻ നേരത്തെ അവളെന്ത് ചെയ്ത്, ഒരു ലേഡിയാണ്, വൈറ്റ് ലേഡിയാണ്, അവൾ കോണിലെടുത്ത് തന്ന്. നമുക്ക് വേണ്ട കപ്പിലായിരുന്നു, ഇതേപോലുള്ള കപ്പ്. എന്താ അതിലൂടെ പോലേ? എന്തിനാ അതിലൂടെ എടുക്കണേ? ഇനിപ്പാ ഇതേപോലുള്ള കപ്പിലാണ്. പക്ഷേ അവൾ ഓൾറെഡി എടുത്തു. ഞാൻ പറഞ്ഞ് പിന്നെ കപ്പിലാണ് വേണ്ടതെന്ന് പറഞ്ഞപ്പം അവർ പറഞ്ഞ് പിന്നെ നിങ്ങൾ ഇതിലാണെന്ന് ആണല്ലോ പറഞ്ഞെന്ന് പറഞ്ഞത്. അവളങ്ങനെ പറഞ്ഞിട്ട് തന്നെയല്ല. അപ്പോൾ ഞാൻ പറഞ്ഞ് കപ്പിൽ തരാൻ പറ്റുമെങ്കിൽ എന്ന് പറഞ്ഞപ്പോൾ ഇല്ലയെന്ന് പറഞ്ഞു. ഞാൻ പൈസ എടുത്തിട്ട് അതിൻ്റെ ഇപ്പുറത്ത് തന്നെ വേറൊരു ഇതുണ്ട്, ട്രക്ക്, അവിടെ പോയി വാങ്ങി. നമ്മൾ ഇന്നലെയും വാങ്ങിയിട്ടുണ്ടായിരുന്നു ഈ സെയിം തന്നെ. അപ്പോൾ ആ സെയിം മനുഷ്യൻ തന്നെയാണ്. എന്താ അപ്പോൾ ആൾക്കാരിങ്ങനെ പോയി തുടങ്ങുന്നു. നമ്മളും പോകുന്നു. ടൈം എത്രയായി? 10:51.
പൊട്ടൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാർ പോകുന്നുണ്ട്. നമ്മൾ റോഡിലൂടെ നടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫുള്ള് ഗാർഡനാണ്, ഏക്കർ കണക്കിനാണ്. നമ്മൾ ഈ റോഡിലൂടെ നടക്കാമെന്ന് വിചാരിച്ചു. ബസ് സ്റ്റോപ്പാണ്. നമ്മളിങ്ങനെ നടക്കണം. എല്ലാ ബസ് സ്റ്റോപ്പിൻ്റെ അടുത്ത് ഒരു വേസ്റ്റ് ബിന്നിൻ്റെ സൗകര്യം ഉണ്ടാവും. ഇത് ബ്രിഡ്വെൽ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടുള്ള റോഡ്. ഇത് ബ്രിംലി റോഡാണ് ഈ നേരെ കാണുന്നത്. ബ്രിഡ്വെൽ അങ്ങോട്ടേക്ക് പോകുന്ന റോഡിലാണ് ബ്രിഡ്വെൽ എന്ന് പറയുന്നത്. നമ്മൾ തിരിച്ചെത്തി, നായ്ക്കുട്ടിയുടെ അടുത്തെത്തി. ക്ലിയർ ഉണ്ട് എന്തെങ്കിലും? സ്ട്രീറ്റ് ലൈറ്റൊക്കെ ഉണ്ട്. നമ്മൾ എത്ര ടൈം എത്ര 11:14. ഓക്കെ, പക്ഷെ അധികം നടന്നായിട്ടൊന്നും തോന്നുന്നില്ല കേട്ടോ. ഓക്കെ, എന്നാൽ ബൈ, ഗുഡ് നൈറ്റ്.